ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ദിവസം ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. ഞങ്ങളുടെ 5ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. സത്യം പറഞ്ഞാൽ ഈ 5 വർഷം പോയതേ അറിഞ്ഞില്ല കേട്ടോ. എത്ര പെട്ടെന്ന് ഓരോ കാര്യങ്ങളും ആമിക്കുട്ടിയും എല്ലാം ഭയങ്കര സ്പെഷ്യൽ തന്നെയായിരുന്നു ഈ 5 വർഷത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇന്ന് എന്തായാലും ദൈവത്തോടൊക്കെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഫസ്റ്റ് തന്നെ അകമലയാണ് കണ്ടത്. അപ്പോൾ നമ്മൾ എന്തായാലും അകമലയിൽ അയ്യപ്പനെ തൊഴുതിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അയ്യപ്പനെയൊക്കെ തൊഴുതിറങ്ങി. അവിടെ പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ശബരിമലയ്ക്ക് പോണ കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് ഉത്രാളിക്കാവിലേക്കാണ് കേട്ടോ. ഉത്രാളിക്കാവ് പോയപ്പോൾ നമ്മൾ കുറച്ച് ഇറങ്ങാൻ നേരം വൈകി. കാരണം മാമൻ ഇന്ന് ഗൾഫ് പോവാണ് തിരിച്ച്. അപ്പോൾ മാമനെ യാത്രയപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങി തന്നെ 9 മണി ആകുമ്പോഴാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ പതുക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ പതുക്കെ തൊഴുത് കുറച്ച് ചില്ലൊക്കെ ചെയ്ത് അങ്ങനെ അടിച്ചു പൊളിച്ച് വരാമെന്നുള്ള പ്ലാനിൽ ഇറങ്ങിയതാണ് കേട്ടോ. ഉത്രാളിക്കാവിൽ എത്തിയപ്പോഴും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. 2-3 കാറൊക്കെ കിടക്കുന്നുണ്ട്, കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും വേഗം അവിടെ നിന്ന് തൊഴുതിറങ്ങാമെന്ന് വിചാരിച്ച് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അത് പിന്നെ പറയണ്ടല്ലോ, വെഡ്ഡിങ് ആനിവേഴ്സറി ആയാലും എന്തായാലും അമ്പലത്തിൽ പോയാൽ ഒരു ഫോട്ടോ എടുപ്പ് അത് നിർബന്ധമാണല്ലോ. അപ്പോൾ ആമിക്കുട്ടിയാണെങ്കിൽ കാറിൽ കയറിയതൊന്ന് കിടന്നുറങ്ങിയായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് അവൾ എണീറ്റത്. അപ്പോൾ അതാ അച്ഛൻ്റെയും മോളുടെയും കുറച്ച് പ്രകടനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മളങ്ങനെ അതും തൊഴുതിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആമിക്കുട്ടിക്ക് ചന്ദനക്കൂരൊക്കെ തൊട്ട് കൊടുത്തു. അവൾക്കിങ്ങനെ വലിയ സ്ഥലം കണ്ട് അവൾക്ക് ഓടുക ചാടുക തന്നെയാണ് പണി. വട്ടം കറങ്ങുക ഇതൊക്കെ തന്നെയാണ് കേട്ടോ പണി. അപ്പോൾ അതാ ബാക്കിൽ കൂടെ തന്നെയാണ് ട്രെയിൻ പോകുന്നത്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഉത്രാളിക്കാവൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ കുറേ വീഡിയോസിലൊക്കെ. പിന്നെ നമുക്ക് അവിടുന്ന് അപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയതല്ല, നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചതാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം. പിന്നെ നമ്മൾ പിന്നെ നേരെ പോയത് ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ പോയത് ഗുരുവായൂർക്കാണ് കേട്ടോ. ഒറ്റ വീടല്ലേ, ഗുരുവായൂർക്ക് പോവാം. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് നമുക്ക് ഒരിക്കലും ഗുരുവായൂർക്ക് എത്താൻ പറ്റത്തില്ല. നമ്മൾ 2 ആഴ്ച മുന്നേ 1 മാസം മുന്നേ ഗുരുവായൂർ പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി കുറച്ച് മുല്ലപ്പ് മേടിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ മുല്ലപ്പൊക്കെ മേടിച്ച്. ചെറുതായിട്ട് വാടിയിട്ടുണ്ടെന്നൊരു സംശയമുണ്ട് കേട്ടോ മുല്ലപ്പ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, മുല്ലപ്പൊക്കെ വെച്ചപ്പോൾ പിന്നെ ആമിക്കുട്ടിക്ക് കുറച്ച് ഗമയൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. അവൾ ഗുരുവായൂർ എത്തുമ്പോഴും നല്ല ഉറക്കം തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഷാളൊക്കെ പൊന്തിച്ച് നോക്കിയപ്പോൾ കളറൊക്കെയാണെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചെറിയ രീതിയിലൊക്കെ കഴിച്ചിട്ട് നമ്മളത് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവണം. വലിയ തിരക്ക് പറഞ്ഞാൽ നോർമലി ഞങ്ങൾ വരണ അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ എത്തിയപാട് ആമി പറയണം മേലെ കൃഷ്ണ ഇരിക്കുന്നുണ്ട്, കൃഷ്ണനെ നോക്കുമെന്ന്. ഞങ്ങൾ നോക്കിയിട്ടൊന്നും കണ്ടില്ല, അവൾക്ക് മാത്രമേ കാണാണ്ടായിരുന്നുള്ളൂ. പിന്നെ ചോദിച്ചു എവിടെ ഞങ്ങൾക്ക് കാണാനില്ലല്ലോ ആമി ചോദിച്ചപ്പോൾ ആമി മാത്രമേ കണ്ടുള്ളൂ എന്ന്. ഇതിപ്പോൾ മറ്റേ നന്ദന സിനിമയിലത്തെ ഡയലോഗായിപ്പോയി, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് ഉള്ള ഡയലോഗായിപ്പോയിട്ടാ. കളിയായിക്കടി മീൻ കടിക്കട്ടെ തന്നെ. ഇതെന്താ മീനാണ്. എത്ര മീനുണ്ട് അല്ലേ? എത്ര മീനുണ്ട്? കൊറേ മീനുണ്ടല്ലേ? മീനെ പിടിച്ച മീനാണ് കൊറേ മീനുണ്ട്. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ക്ഷേത്രക്കുളത്തിലേക്ക് പ്രവേശനമില്ല. പിന്നെ എന്തിനാണ് നമ്മുടെ ജാസ്മിൻത്തെ ക്ഷേത്രക്കുളത്തിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുകയും കാലിട്ട് കഴുകൊക്കെ ചെയ്തത്? എനിക്കറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ആമിക്കുട്ടിയുടെ കുറച്ച് പ്രകടനങ്ങളൊക്കെ നിങ്ങൾ കണ്ടോളൂ ഗൈസ്. പാവാടി ബ്ലൗസ് ഇട്ട് കഴിഞ്ഞ് വയറ് കാണുന്ന ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് എവിടെ നിന്നാണെന്നറിയില്ല, കുറച്ച് സ്റ്റൈല് കുറച്ച് കൂടുതലാണ് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ആമിക്കുട്ടി കണ്ടില്ലേ അവിടെ കിടന്ന് തുള്ളിക്കളിക്ക് ഭയങ്കര ഡാൻസൊക്കെയാണ് അവിടെ. താത്തയെ തിത്തത്തെയൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ ഏത് കുട്ടീനെ കണ്ടാലും ഒന്ന് പോയി പിടിച്ചൊന്ന് തൊട്ട് നോക്കുക, ഒന്ന് ഉമ്മ കൊടുക്കുക, ടാറ്റ കൊടുക്കുക, ഒന്ന് കവളുമ്മയിലൊക്കെ ഒന്ന് തലോടി നോക്കുക. ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ കണ്ടതിന്. പിന്നാലെ പോണ് കണ്ടില്ലേ? എവിടെ ഞങ്ങൾക്ക് കാണാനില്ലല്ലോ. ആമിക്ക് മാത്രമേ കാണുള്ളൂ. അങ്ങനെ ഗുരുവായൂർ പോയി ഞാനും അമ്മയും ഏട്ടനും ശശിയായി. ആമി മാത്രമായിട്ട് കൃഷ്ണനെ കണ്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ട് അവിടെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള ഹോട്ടലിലാണ് കയറിയത്. അവിടെ കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് നല്ല രസമല്ലേ കളർ ഫിഷുകളെ കാണാനായിട്ട്.
അപ്പോൾ അങ്ങനെ ഇതാ പുളിയിഞ്ചി വന്നു, കാളം വന്നു, തോരൻ വന്നു, അച്ചാർ വന്നു, ചോറ് വന്നു, സാമ്പാർ വന്നു. അങ്ങനെ നമ്മളിത് ആമിക്കുട്ടിക്ക് ചോറ് കൊടുത്ത് ഇനി ബാക്കി ഞാൻ കഴിക്കുകയാണ് ഗൈസ്. നല്ല ഉഷാർ സദ്യ, തൈരും മോരും പായസവും പപ്പടവും ഒക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. കുറേ നേരം വണ്ടിയിലിരിക്കണ്ടേന്ന് വെച്ചിട്ട് ഒന്ന് മയങ്ങാന്നൊക്കെ വിചാരിച്ചു കേട്ടോ. നല്ല ക്ഷീണമുണ്ടായിരുന്നു. മഴച്ചാറിൽ പറഞ്ഞാൽ ചെറിയ രീതിയിൽ മഴച്ചാറിലും അതേപോലെ നല്ല വെയിലും ഒക്കെ ആയിരുന്നു. എല്ലാം കൂടിയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അന്നുണ്ടായിരുന്നത്. ഗുരുവായൂർ പോയ എന്താണെന്നറിയില്ല, എൻ്റെ അമ്മയുടെ മേത്ത് നാഗവല്ലി കയറിയ പോലെയാണ്. എന്തെടുക്കണം, ഏതെടുക്കണം, എന്ത് സെലക്ട് ചെയ്യണം എന്ന് തിരിയാത്ത അവസ്ഥയാണ്. ഞാൻ ഒരുവിധ കടയിലൊക്കെ ഞാൻ കയറി, എനിക്ക് എന്ത് വേണം, എന്ത് വാങ്ങണം എന്ന്. പക്ഷേ എനിക്ക് ഒന്നും മേടിക്കാൻ പറ്റിയില്ല ഗൈസ്. പക്ഷേ ആമിക്കുട്ടി കൊള്ളടിച്ചു. ആമിക്കുട്ടി അവൾക്ക് പറ്റിയൊരു സൈഡ് ബാഗ് മേടിച്ചിട്ട് അവൾ പോന്നു കേട്ടോ. പിന്നെ അങ്ങനെ നൈറ്റ് ആയപ്പോൾ നമ്മൾ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ കേക്ക് മുറിക്കാനുള്ള തന്ത്രപ്പാടിലാണ്. സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങൾ തലേ ദിവസമാണ് കേട്ടോ മുറിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തു മാത്രം. കാരണം മാമ ഗൾഫിൽ പോവാണല്ലോ. മാമ വെഡിങ് ആനിവേഴ്സറി അന്ന് രാവിലെ ഗൾഫിൽ പോവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മാമന് ഇതിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ തലേ ദിവസം മുറിക്കാമെന്ന് വിചാരിച്ചു. മാമനും കൂടിയും ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അങ്ങനെ നൈറ്റ് കേക്കൊക്കെ മേടിച്ച് കൊടുന്ന് ഞങ്ങൾ മുറിച്ചു കേട്ടോ. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി 5th ചിക്കു വാവ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആമിക്കുട്ടി പറയുക ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ എന്നാണ് കേട്ടോ അവൾ പറയുക. ആമിക്ക് ഹാപ്പി ബർത്ത്ഡേ വേണം, ഹാപ്പി ബർത്ത്ഡേ മുറിക്കണം എന്നൊക്കെയാണ് കേട്ടോ അവൾ പറയണത്. മിഠായി ഉണ്ടായിരുന്നു കേട്ടോ. മിഠായി കണ്ടപ്പോൾ പിന്നെ എൻ്റെ മോളുടെ മേത്ത് പ്രേതം കയറിയ പോലെ. കാരണം കേക്കിനെങ്ങാട്ട് ഇഷ്ടം അവൾക്ക് മിഠായിയാണ്. മിഠായി പ്രാന്തി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് അവൾക്ക് മിഠായി എന്ന് പറയണത്. അപ്പം നമുക്ക് എന്തായാലും കേക്ക് മുറിക്കാം. ഞാൻ ഈ ഡ്രസ്സ് മേടിച്ചിട്ടുള്ളത് മീഷോന്നാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ചിട്ട ഗൈസ്. ആ ബ്ലൂ ഷർട്ടാണ് കേട്ടോ എൻ്റെ മാമ. ആമിക്കുട്ടി എന്താ തിന്നുന്നേ? അച്ഛൻ്റെ അമ്മയുടെ എന്താ? ഹാപ്പി ബർത്ത്ഡേ. അച്ഛൻ്റെ അമ്മയുടെ എന്താ പറഞ്ഞ? ഹാപ്പി ബർത്ത്ഡേ. അച്ഛൻ്റെ അമ്മയുടെ 5ാമത്തെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ? അങ്ങനെ കേക്കൊക്കെ തിന്ന് കിക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട് ആമി ശോകം വേണ്ട മൂകം വേണ്ട ഡാൻസൊക്കെ കളിച്ചിട്ട് തുമർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ എന്നിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി അടിപൊളിയാക്കി ആഘോഷിച്ചു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.